വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എൻ്റെ മണ്ഡലത്തിൻ്റെ അധികാരിയാണ്. അദ്ദേഹം തിരുവനന്തപുരം മേയർ ആയിരിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം വളരെ ജെനുവിനാണ്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും മിടുക്കന്മാരായ മന്ത്രിമാരുടെ പട്ടിക എടുത്താൽ എല്ലാവരും മിടുക്കന്മാരാണ്. വി ശിവൻകുട്ടി ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കും. അതിന് വീണ്ടും അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട സംഭവമാണ് ഇന്നലെ രാജ്ഭവനിൽ ഉണ്ടായത്. രാജ്ഭവനിൽ ആരുടെയെങ്കിലും ഫോട്ടോ വെച്ച് പൂവിടണം, അവിടെ ചെന്ന് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാന മന്ത്രിമാരൊക്കെ ഈ അർലേക്കറിൻ്റെ അടിമയൊന്നുമല്ലല്ലോ, അതായത് ഗവർണറുടെ അടിമയൊന്നുമല്ലല്ലോ. ഗവർണർ പറയുന്നത് ഭാരതാംബ നമ്മുടെ അമ്മയാണ്, സംഗതിയൊക്കെ ശരിയാണ്, നമ്മൾ സഹോദരീ സഹോദരന്മാരാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണെന്ന് സ്കൂൾ കാലത്തെ പ്രതിജ്ഞ ചൊല്ലുന്നു. അതെല്ലാം വാസ്തവമാണ്. ആ ഭാരതാംബ കാവിക്കൊടി പിടിച്ച ഭാരതാംബയല്ല സാർ എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാനിപ്പോൾ പ്രേക്ഷകരോട് പറയുന്നത്. അത് കാവിക്കൊടിയും സിംഹവും ഒന്നുമല്ല ഭാരതാംബ. ബംഗാളിയായ കലാകാരൻ വരച്ച ചിത്രം വേറെയാണ്. ദേശീയ പതാക പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാരതാംബയുടെ പ്രതീകാത്മക ചിത്രത്തെ എല്ലാ ആളുകളും ബഹുമാനിക്കണം. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ CPM-നോ ഒന്നും വ്യത്യാസമില്ല. ഭാരത് മാതാ കി ജയ് വിളിക്കുന്നതിൽ വ്യത്യാസമില്ലെന്ന് CPI കാണിച്ചു തന്നു. ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത് തെറ്റില്ല എന്ന് CPI നേതാക്കൾ ബിനോയ് വിശ്വം ഉൾപ്പെടെ ആളുകൾ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നു. അത് നമ്മുടെ അഭിമാനമാണ്. അല്ലാതെ ഈ അർലേക്കർ പറയുന്നത് പോലെ അയാളുടെ ഇഷ്ട ദേവതയെ കൊണ്ടിരുത്തിയിട്ട് അവിടെ പൂവിടണം, പൂജിക്കണം എന്നൊക്കെ പറയുന്നത് അതങ്ങ് സ്വകാര്യമായി വച്ചിരുന്നാൽ മതി. അത് രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികൾക്ക് വേണ്ട എന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ, പി പ്രസാദ് കൃഷി മന്ത്രി, അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പ്രസാദ് മന്ത്രി നേരത്തെ അറിഞ്ഞു സംഗതി ഇത് ഉഡായിപ്പാണ്, ഇയാളുടെ സംഘി സ്വഭാവം പതിയെ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലേക്ക്. രാജ്ഭവൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രഥമ പൗരനാണല്ലോ, അപ്പോൾ രാജ്ഭവൻ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ രാജ്ഭവനിലൂടെ പതുക്കെ ഈ വിഷം ഇഞ്ചക്ട് ചെയ്യാലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ പരിപാടിക്ക് പുഷ്പാർച്ചന, ഭാരതാംബയുടെ ചിത്രം എന്നൊക്കെ പറഞ്ഞുള്ള തള്ളു എന്ന് മനസ്സിലാക്കിയപ്പോൾ പി പ്രസാദ് പറഞ്ഞു, എന്നാൽ അങ്ങ് ഗവർണർ അവിടെ ഇരുന്ന് തള്ളിക്കൊണ്ടിരുന്നാൽ മതി, സർക്കാർ പരിപാടി സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സർക്കാർ പരിപാടി മാറ്റിവെച്ചത്. അന്നേ ഗവർണർക്ക് കലിപ്പാണ്. ഗവർണർ പറഞ്ഞു, ഞാൻ ഇനി അവിടെ മറ്റേ പടം വയ്ക്കും, മറിച്ചേ പടം വയ്ക്കും, അതെല്ലാം സ്വകാര്യ മുറിയിൽ കൊണ്ട് വച്ചു. RSS നേതാക്കളുടെ പടമൊക്കെ വച്ചു. അതിനൊന്നും ആരും ചോദിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറിയിൽ, രാജ്ഭവനിൽ ഗവർണർ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടക്കാരുടെയോ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ നേതാക്കളുടെയൊക്കെ പടം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറികളിലുമൊക്കെ വെക്കാം. പക്ഷേ ഈ പൊതുപരിപാടി നടക്കുന്ന സ്ഥലത്ത്, സർക്കാർ രാജ്ഭവന് ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന പരിപാടി, സർക്കാർ പരിപാടികൾ നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഈ പടം കൊണ്ട് വയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് സർക്കാർ നിലപാട്. അപ്പോൾ പി പ്രസാദ് അത് നേരത്തെ അറിഞ്ഞു, പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ അറിഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ 20 മിനിറ്റ് വൈകിയാണ് വിദ്യാഭ്യാസ മന്ത്രി എത്തുന്നത്. അത് മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിക്കൊപ്പം ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഗവർണർ അവിടെ നിന്ന് ഇങ്ങനെ പൂജിക്കുന്ന പടമാണ്, പൂജിക്കുകയാണ്, പുഷ്പാർച്ചനയൊക്കെ നടത്തി പൂജ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, ഗവർണർ ഇരിക്കാൻ തന്നെ പറയുകയാണ്, ഇതൊന്നും ശരിയായ രീതിയല്ല, ഇത് കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് സൗകര്യവുമില്ല, ഞാൻ ഇറങ്ങിപ്പോവുകയാണ്. അതാണ് വി ശിവൻകുട്ടി ചെയ്തത്. വി ശിവൻകുട്ടി നേരത്തെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നു, അപമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ എഴുതി തയ്യാറാക്കി അപമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പോലും ഒരു പ്രശ്നമില്ല. ഗവർണർ ഈ കാണിച്ചത് നിയമവിരുദ്ധമായ കാര്യമാണ്, ഭരണഘടനാ ലംഘനമാണ്. അതാണ് നഗ്നമായ സത്യം. അതിന് ഇനി എന്തൊക്കെ തേച്ച് മാച്ച് വെള്ളപൂശി ഇല്ല ഭാരതാംബ എല്ലാവരും ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ ഒറിജിനൽ പടം വയ്ക്കണം. നിങ്ങളെ RSS ശാഖയിൽ വെച്ച് നിങ്ങൾ പൂജിക്കുന്ന പടമല്ല കൊണ്ട് ഔദ്യോഗിക പരിപാടിക്ക് വെക്കേണ്ടത്. RSS എന്ന് പറയുന്നത് വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ നിൽക്കുന്ന സംഭവമാണ്, സ്വയം സേവക സംഘമാണ്. അവർക്ക് അവരുടേതായ രീതി ഉണ്ടാകും. അത് താങ്കൾ RSS പാതയിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾക്ക് അത് അനുഷ്ഠിക്കാനും താങ്കൾക്ക് അത് കൊണ്ടു നടക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പക്ഷേ ഒരു ഗവർണർ എന്ന നിലയിൽ ഗവർണർ പദവിയിലിരിക്കുമ്പോൾ അത് എൻ്റെ ഇഷ്ടം എല്ലാം പൊതു സർക്കാരും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും കേരളത്തിലെ ജനങ്ങളും അതുപോലെ എൻ്റെ ഇഷ്ടം പോലെ നിൽക്കണമെന്ന് പിടിവാശി പിടിക്കുന്നത് ഒരു തരംതാണ ഏർപ്പാടാണ് എന്ന് കേരളം ഒന്നടങ്കമുള്ള ജനം പറയും. കുറേ സംഘികൾ ചിലപ്പോൾ താങ്കൾക്ക് ജയ് വിളിക്കും. കുമ്മനത്തെ പോലെയോ ശശികല ടീച്ചറിനെ പോലെയുള്ള ആളുകളോ കെ സുരേന്ദ്രനോ വേണമെങ്കിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ജയ് വിളിക്കും. അതൊന്നും ജനപിന്തുണയുള്ള ജയ് വിളിയല്ലെന്ന് ഗവർണർ അർലേക്കർ മനസ്സിലാക്കണം. ഒരു കാര്യവുമില്ല, വെറുതെ ഉടക്കുണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ ഒരു സംഭവം, അനാവശ്യമായ രാജ്യസ്നേഹം. ഇത് രാജ്യസ്നേഹമല്ല, രാജ്യവിരുദ്ധതയാണ്. രാജ്യസ്നേഹത്തിൻ്റെ കുപ്പായം ഇട്ടിട്ട് അല്ലെങ്കിൽ ആ കുപ്പിയിലേക്ക് ഇറക്കി വെക്കുന്നത് വിഷമാണ്, കൊടും വിഷം എടുത്ത് വയ്ക്കുകയാണ്. കൊടും വിഷം എടുത്ത് വെച്ചിട്ട് ഇതാണ് എൻ്റെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിങ്ങൾ ആരും ഞങ്ങളെ കേരളത്തിലെ ജനങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഉറക്കെ പറയാൻ ഇവിടെ ആരും മടിക്കുകയില്ല മിസ്റ്റർ ഗവർണർ.